ദേ സാധാരണ ഒരു ഗ്ലാസ് ജാർ ഉണ്ടെങ്കിലേ നമുക്ക് ഇതുപോലൊരു കിടുക്കാച്ചി സംഭവം റെഡിയാക്കാം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ആർട്ടിഫിഷ്യൽ ടെററിയം ഉണ്ടാക്കാനാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാനിത് ട്രൈ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് ജാറാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ലിഡുള്ള ഗ്ലാസ് ജാറാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് പെബിൾസ് ആണ്. അപ്പോൾ പെബിൾസ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സക്സസ് ആയാൽ ഞാനൊരു നാച്ചുറൽ ടെററിയം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ അല്ല, ശരിക്കുള്ള നമ്മുടെ പ്ലാന്റ്സ് ആണ് അതിനകത്ത് വെക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ പെബിൾസ് എല്ലാം ഇതുപോലെ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ജാർ മൂവ് ചെയ്യുമ്പോൾ ഇത് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗ്ലൂ കൂടി അതിനകത്ത് ഇട്ടിട്ട് അത് അറേഞ്ച് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാച്ചുറൽ ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് കൊണ്ട് ഞാനൊരു ഹൗസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ലൈറ്റ്, അതിനകത്ത് ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് ആ വിൻഡോസ് എല്ലാം കവർ ചെയ്യുകയാണേ. അപ്പോൾ ഓരോ വിൻഡോയും നമ്മൾ ടിഷ്യൂ പേപ്പറിൻ്റെ പീസസ് വെച്ചിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് അത് ഫിക്സ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ഓരോന്നും നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് ലൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ഇടുമ്പോൾ അത് കൂടുതൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ കൊടുക്കുന്നത്. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിലും മതി. നമ്മൾ ബേക്കിംഗ് പേപ്പർ ഇല്ലേ, ബേക്കിംഗ് പേപ്പർ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ അതിൻ്റെ സെയിം എഫക്റ്റ് വരും. ബട്ടർ പേപ്പർ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടിഷ്യൂ പേപ്പറാണ് കൊടുക്കണത്. അപ്പോൾ അത് ഇനി നമ്മൾ നമ്മുടെ ഹൗസിൻ്റെ ഓരോ പീസസും ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുകയാണേ. ഗ്ലൂ ഗൺ വെച്ച് ഓരോ പീസസും നമ്മൾ ഒട്ടിച്ചെടുത്ത് ഹൗസിൻ്റെ ഷേപ്പിലാക്കി എടുക്കുവാണ്. ഇതേ അപ്പം നമ്മുടെ കുഞ്ഞു വീട് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് എത്രയും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറിയ ഒരു ഹൗസ് ഉണ്ടാക്കണം. കാരണം നമ്മുടെ ജാറ് വളരെ ചെറുതല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെയാണ് ഫിക്സ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ലൈറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫെയറി ലൈറ്റ്സ് ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫെയറി ലൈറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാണാൻ ഏറ്റവും ഭംഗി അത് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ലൈറ്റ് വെച്ചിട്ടാണ് വിൻഡോസിലെല്ലാം ലൈറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഓരോ വിൻഡോയിലും ലൈറ്റ്സ് വേണം. അപ്പോൾ നമ്മൾ ഓരോ വിൻഡോസിലും ഓരോ ലൈറ്റ് വെച്ചിട്ട് ഫിക്സ് ചെയ്യുവാണേ. ഇനി അതിനൊരു നാച്ചുറൽ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ വീട് ഇതിനകത്തേക്ക് നമ്മൾ ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അടിയിലൊന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ജാർ മൂവ് ആകുമ്പോൾ ഇത് അനങ്ങാതെ ഇരുന്നോളും. ഇനി കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ പ്ലാന്റ്സ് ആഡ് ചെയ്യുകയാണേ. അപ്പോൾ നമുക്ക് ഒരു ജാറും കുറച്ച് പ്ലാന്റ്സും കുറച്ച് പെബിൾസും ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ലിവിങ് റൂമിൽ നല്ലൊരു ഷോ പീസായിട്ട് ഇത് വെക്കാൻ പറ്റുന്നതാണ്.
ഇനി നമ്മൾ ബാക്കിയുള്ള സീരിയൽ ലൈറ്റ് കൂടി അതിനകത്തേക്ക് വെച്ചു കൊടുക്കുവാണേ. ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ ജാറിൽ നമുക്ക് കുറച്ചുകൂടെ സ്ഥലം എടുത്തിട്ട് കുറച്ചും കൂടെ പ്ലാന്റ്സും പെബിൾസും ഒക്കെ ആഡ് ചെയ്ത് വേണമെങ്കിൽ ഒരു കാടിൻ്റെ ഉള്ളിൽ വീട് നിൽക്കുന്ന പോലെയൊക്കെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇമാജിൻ ചെയ്തൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വലിയ ജാറിൽ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കുള്ളൂ. പിന്നെ മിനിയേച്ചറിന് അതിൻ്റെ പ്രത്യേക ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേ സീരിയൽ ലൈറ്റിൻ്റെ ബാറ്ററി ഞാനവിടെ ബാക്കിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഫൈനലി നമ്മുടെ ടെററിയം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് കൂടി ഇടണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ബ്ലൂം ആൻഡ് ക്രാഫ്റ്റ്.